നമുക്കിന്ന് മാങ്ങിയിട്ട് ചൂര മീൻകറി വെച്ചാലും ബാ. ഓക്കെ, നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് ഞാനിവിടെ തീ കത്തിച്ചിട്ട് പാൻ വെച്ച് പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂടായി കഴിഞ്ഞതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഞാനൊരു ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാം, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞോ ചതച്ചോ ഇട്ട് കൊടുക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അളവും മീൻ എത്ര ഉണ്ടെന്ന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് ഇട്ട് ഞാൻ 2 പച്ചമുളകാണ് എനിക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റി എടുക്കാൻ കേട്ടോ. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റൈൽ മീൻകറി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. അതായത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഉണ്ടാക്കുന്നത് ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. പാൽ പോയാലും ഞാൻ ഇടും, സൂപ്പർ ആയാലും ഞാൻ ഇടും. ഓക്കെ, നമുക്ക് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5-10 കുഞ്ഞുള്ളിയും കൂടെ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞെടുത്തത് ഇടാം. കൊടുക്കണേ. ഇതിനെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുഞ്ഞ് തക്കാളിയും ഒരു വലിയ തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ. അതെ, ഓക്കെ. നല്ല പോലെ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മഷിയായിട്ട് വരണം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒന്ന് പുളിയില്ലാത്തതും ഒന്ന് കുറച്ച് പഴുത്തത് വരണേ. പക്ഷെ പുളിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ആ പഴുത്തതിൻ്റെ കുറച്ച് ഭാഗം കൂടി എടുത്തായിരുന്നു. അപ്പോൾ 2 മാങ്ങയുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഞാനൊരു ഈ ഒരു സ്പൂണിൽ 1/2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ കേട്ടോ. അടുത്ത നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമേ. മല്ലിപ്പൊടി അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടി എത്ര ആഡ് ചെയ്യുന്നോ അതേപോലെ തന്നെയാണ് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. ഈസ്റ്ററിൻ്റെ കുറച്ച് ഫിഷ് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് തുള്ളിപ്പുളി ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യും. 2 മാങ്ങ ഇട്ടുകൊണ്ട് നമുക്ക് അത്ര വലിയ പുളിയൊന്നും വേണ്ട. എന്നാലും ഇനി ഞാൻ ഇപ്പോഴത്തെ സ്റ്റൗവിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേട്ടോ. അപ്പോഴേ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോഴത്തേക്കും ഞാൻ മീന് ഉച്ചയ്ക്ക് കണ്ടിച്ചതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത് നല്ല വറ്റി വരണം. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി, നല്ല മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കേ ഇതിനി കൂടുതൽ ഇളക്കണ്ട, മീൻ ഉടഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു തേങ്ങയുടെ പാലാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.